Hi friends, iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐടിയുമായി റിലേറ്റ് ചെയ്ത കുറേ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ SSC നിലവാരത്തിലൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വിവിധ പരീക്ഷകൾക്ക്, വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ചോദ്യം പറയുമ്പോഴും നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ഫോട്ടോ എഡിറ്റിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്, ഫോട്ടോ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഏത് തരം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്നുള്ളതാണ് ചോദ്യം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ, നൺ ഓഫ് ദിസ്. ഏതാണ് കറക്റ്റ് ആൻസർ? വേർഡ് പ്രോസസ്സിംഗിന് എക്സാമ്പിൾ എന്താ? വേർഡ് പ്രോസസ്സിംഗ് എക്സാമ്പിൾ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പറയാമോ? MS വേർഡ് അല്ലേ? MS വേർഡ് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റിന് എക്സാമ്പിൾ എന്താണ്? MS Excel അല്ലേ? അതുപോലെ ഫോട്ടോ എഡിറ്റിങ്ങിന് ഉള്ള എക്സാമ്പിൾ എന്താണ്? ഫോട്ടോ എഡിറ്റിങ്ങിന് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഈ പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് അല്ലേ? അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് പറയുക? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ സിസ്റ്റത്തോടൊപ്പം തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുമായി ചേർത്ത് വെക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റൊന്നാണ്, പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ വേറൊന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ആൻസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ ടേം വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റ്വെയർ ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ജനറലി എ പ്രോഗ്രാം ഓർ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ബൈ എൻഡ് യൂസേഴ്സ്. അടുത്ത ചോദ്യം, വിച്ച് ആർ സ്പെഷ്യലി ഡിസൈൻഡ് കമ്പ്യൂട്ടർ ചിപ്സ് ദാറ്റ് റിസൈഡ് ഇൻസൈഡ് അതർ ഡിവൈസസ് സച്ച് ആസ് യുവർ കാർ ഓർ യുവർ ഇലക്ട്രോണിക് തെർമോസ്റ്റാറ്റ്? സെർവേഴ്സ്, എംബഡഡ് കമ്പോണൻസ്, റോബോട്ടിക് കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിംസ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എന്താ ചോദ്യം? എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് സ്പെഷ്യലി ഡിസൈൻഡ് കമ്പ്യൂട്ടർ ചിപ്പുകളാണ് അല്ലെ? സ്പെഷ്യലി ഡിസൈൻഡ് കമ്പ്യൂട്ടർ ചിപ്പുകളാണ് ദാറ്റ് റിസൈഡ് ഇൻസൈഡ് അതർ ഡിവൈസസ്. അതായത് മറ്റ് ഡിവൈസുകൾക്കുള്ളിൽ വെച്ചിരിക്കുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ചിപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ കാറിനുള്ളിൽ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിനുള്ളിൽ കാണാം. ഈ തന്നിരിക്കുന്നതിൽ സെർവർ എന്നാണോ അതിനെ വിളിക്കുക? അതോ എംബഡഡ് കമ്പ്യൂട്ടർ എന്നാണോ, റോബോട്ടിക് കമ്പ്യൂട്ടർ എന്നാണോ, മെയിൻ ഫ്രെയിം എന്നാണോ, നൺ ഓഫ് ദീസ് എന്നാണോ? ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഈ റിസൈഡ് ഇൻസൈഡ് അതർ ഡിവൈസ്, മറ്റൊരു ഡിവൈസുകൾക്കുള്ളിൽ റിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്താം. എംബഡഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക അല്ലെ? ഒരു സിസ്റ്റത്തിനുള്ളിൽ, ഇപ്പോൾ കാറിലൊക്കെ ഇലക്ട്രോണിക് കാർ, ഇപ്പം എല്ലാ കാറുകളിലും ഇലക്ട്രോണിക് സിസ്റ്റമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുക. അപ്പോൾ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഹാർഡ്വെയർ കൊണ്ട് അവിടെ സോഫ്റ്റ്വെയറും വരുന്നുണ്ട്, രണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. An embedded system is some combination of computer hardware and software, either fixed in capability or programmable, that is designed for a specific function or for specific functions within a larger system. അപ്പോൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറോട് ചേർന്ന് വരുന്ന ഒരു സംഗതികളെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റംസ് എന്ന് അല്ലെങ്കിൽ എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുക, എംബഡഡ് കമ്പോണന്റ് എന്ന് പറയുക. മൂന്നാമത്തെ ചോദ്യം, ഇഫ് യു വിഷ് ടു ലിമിറ്റ് വാട്ട് യു വുഡ് സീ ഓൺ ആൻ എക്സൽ വർക്ക്ഷീറ്റ്, വാട്ട് ഡേറ്റ ഫംഗ്ഷൻ വുഡ് യു യൂസ്? അതായത് എന്താ ചോദ്യം? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ കാണുന്ന സംഗതികൾ ലിമിറ്റ് ചെയ്യണമെങ്കിൽ, ടു ലിമിറ്റ് വാട്ട് യു വുഡ് സീ. അപ്പൊ നമ്മൾ കാണുന്ന എക്സൽ എന്തിനാണ്? കുറെ ഡേറ്റകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ആ ഡേറ്റയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ കാണുന്ന ഡേറ്റകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയിലെ കുറച്ച് മാറ്റണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ ആണോ, ഫിൽറ്റർ എന്നുള്ള ഫംഗ്ഷൻ ആണോ, കണ്ടീഷണൽ ഫോർമാറ്റ് ആണോ, ഡേറ്റ അനാലിസിസ് ആണോ, അതോ നൺ ഓഫ് ദി അബോ? ഏതാ കറക്റ്റ് ആൻസർ? എന്താണെങ്കിൽ എക്സലില് സോർട്ടെന്നും ഫിൽറ്ററിനും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നൊക്കെയുള്ള ഫംഗ്ഷനുകൾ ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കുന്ന പരിപാടിനെ എന്താ പറയുക? ഫിൽറ്റർ ചെയ്യാന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഫിൽറ്റർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫിൽറ്റർ. ഡേറ്റ അനാലിസിസ് എന്ന് ഒരു സംഗതി ഇല്ലല്ലോ എക്സലിലുള്ള ഫംഗ്ഷൻ അല്ല. അപ്പൊ ഫിൽറ്റർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ സിസ്റ്റം ഹാസ് ബേസ് 16? അപ്പോൾ പല നമ്പർ സിസ്റ്റങ്ങളുണ്ട് അല്ലെ? ബൈനറി സിസ്റ്റം ഉണ്ട്, ഒക്ടൽ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബേസ് 16 വരുന്നത് ഏതാ? യൂണറി നമ്പർ സിസ്റ്റം. അങ്ങനെ നമ്പർ സിസ്റ്റം ഉണ്ടോ?
ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, നൺ ഓഫ് ഇത് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? ഓപ്ഷൻ സി ഹെക്സ. ഓപ്ഷൻ ഡി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് ഇവിടുത്തെ ആൻസർ. ഇനി എന്താണ് യൂണറി നമ്പർ സിസ്റ്റം? അത് മറ്റൊന്നുമില്ല, അത് നമ്മുടെ നോർമൽ നമ്പർ സിസ്റ്റം പോലെയല്ല. ഇറ്റ് ഇസ് എ നോൺ പൊസിഷണൽ സിസ്റ്റം ദാറ്റ് റെപ്രസെന്റ്സ് എ നമ്പർ ബൈ റിപ്പീറ്റിംഗ് എ സിംഗിൾ സിംബൽ ദാറ്റ് മെനി ടൈംസ്. അതായത് നമുക്കിപ്പോൾ 3 എന്ന് ഇതിനകത്ത് റെപ്രസെന്റ് ഈ യൂണറി നമ്പർ സിസ്റ്റത്തിൽ 3 എന്ന് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 വരയും കിടും. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു സിമ്പിൾ വെച്ചിട്ട് ആ പർട്ടിക്കുലർ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് യൂണറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം 2 ആണ്. ഏതൊക്കെയാണ് ആ നമ്പറുകൾ? ബൈനറി നമ്പർ സിസ്റ്റത്തിലെ നമ്പറുകൾ ഏതൊക്കെയാണ്? 0ഉം 1ഉം അല്ലെ? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് 8 ആണ്. അത് ഏതൊക്കെയാണ്? 0 to 7 ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് ബേസ് 16 ആവുന്നത്. അപ്പൊ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SMPS? SMPS നമ്മൾ യൂഷ്വലി കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് തവണ കേൾക്കാറുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കടയിൽ പോയിട്ട് ഇത് നന്നാക്കുന്ന ആൾ പറയും SMPS പോയതാണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് SMPS? അതിന്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂർ മെയ്ഡ് പൊട്ടൻഷ്യൽ സപ്ലൈ, സ്റ്റാൻഡേർഡ് മെയ്ഡ് പൊട്ടൻഷ്യൽ പവർ സപ്ലൈ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, സിംപ്ലക്സ് മോഡ് പവർ സപ്ലൈ. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അബ്രിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. SMPS, UPS, CPU അങ്ങനെ കുറേ അബ്രിവേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അബ്രിവേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാ പരീക്ഷകൾക്കും ഉള്ളതാണ്. എന്താണ് ഇനി SMPS-നെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ. അതൊരു പവർ സപ്ലൈ കമ്പോണന്റ് ആണ്. ദാറ്റ് യൂസസ് എ സ്വിച്ചിങ് റെഗുലേറ്റർ ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻലി. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിലേക്ക് വരുന്നതിനിടയിലുള്ള ഒരു കമ്പോണന്റ് ആണ് SMPS എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ SMPS അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നോ അല്ലെങ്കിൽ സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് പവർ സപ്ലൈ യൂണിറ്റ് generally used in computers to convert the voltage into the computer acceptable. ഇപ്പോൾ പുറത്തുനിന്നുള്ള വോൾട്ടേജിന്റെ ആ വോൾട്ടേജ് അപ്പാടെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബോർഡിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് ഈ വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് SMPS നടത്തുന്നത്. 6ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ആർ ഓഫൺ ഡെലിവേർഡ് ടു എ PC ത്രൂ ആൻ ഇമെയിൽ അറ്റാച്ച്മെന്റ് ആൻഡ് ആർ ഓഫൺ ഡിസൈൻഡ് ടു ഡു ഹാം? അതായത് എന്തെങ്കിലും കുഴപ്പം വരുത്തി വെക്കാനായിട്ട് ഇമെയിൽ അറ്റാച്ച്മെന്റ് വഴി വരുന്ന പ്രോഗ്രാം ഏതാണ്? സ്പാം, പോർട്ടൽസ്, വൈറസസ്, റാൻസംവെയർ, നൺ ഓഫ് ദീസ്. ഏതാ കറക്റ്റ് ആൻസർ? എന്താണെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സംഗതിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാംഫുൾ ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ സ്പാം ആകാം, വൈറസ് ആകാം, റാൻസംവെയർ ആകാം. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി വൈറസ് ആണ് ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വൈറസ് ആണ്. അതായത് ഇമെയിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്ന അത്തരം ഡോക്യുമെന്റുകൾ വൈറസ് ആയിട്ടും വേണമെങ്കിൽ വൈറസുകൾ അങ്ങനെ വരാം അല്ലേ? അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ വൈറസ് ബാധിതമാകാം. അത് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടാം അല്ലെ? അതാണ് വൈറസ്. സ്പാം എന്ന് പറഞ്ഞാൽ അതാണോ? സ്പാം അതല്ല, അത് മെയിലിൽ തന്നെ വരുന്ന അനാവശ്യമായ മെസ്സേജുകളാണ് സ്പാമിങ് ചെയ്യുകയാണ്. പോർട്ടൽ എന്ന് പറഞ്ഞാൽ ആ വെബ് പേജിനെയാണ് പോർട്ടൽ എന്ന് പറയുക. റാൻസം വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണല്ലേ? നമ്മൾ ഈ ഒരു വെയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വൈറസ് പോലുള്ള ഒരു സംഗതി വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് പൈസ തട്ടാനുള്ള അല്ലെങ്കിൽ പണം തട്ടാനുള്ള പരിപാടിയാണ് റാൻസം വെയർ എന്ന് പറയുക അല്ലെ? സോ വൈറസ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. 7ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഹോൾഡ്സ് ഓൺലി ദാറ്റ് പ്രോഗ്രാം ആൻഡ് ഡേറ്റ ദാറ്റ് CPU is presently processing? അതായത് CPU നിലവിൽ കറന്റ്ലി പ്രോസസ് ചെയ്യുന്ന ഡേറ്റ മാത്രം ഹോൾഡ് ചെയ്യുന്ന മെമ്മറിനെ എന്താ പറയുക? ASC, CMOS, RAM, ROM. ഏതാ കറക്റ്റ് ആൻസർ? സിമ്പിൾ ആണല്ലേ? അത് ടെമ്പററി ആയിട്ട് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നത് റാമിലാണ്. ഓപ്ഷൻ സി റാമിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ആസ്കി ഒക്കെ വേറെ എന്തോ, അത് മെമ്മറി ഒന്നും അല്ല. CMOS അല്ല, ROM പെർമനന്റ് മെമ്മറിയാണ് അല്ലേ? സോഫ്റ്റ് കോപ്പി ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട്, ദെൻ വാട്ട് ഈസ് ഹാർഡ് കോപ്പി? വളരെ വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. എന്താണ് ഹാർഡ് കോപ്പി? സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത സംഗതിയാണ്, അതാണ് സോഫ്റ്റ് കോപ്പി. ഇപ്പൊ ഈ ഒരു സ്ക്രീനിനുള്ളിൽ നിൽക്കുന്ന ഇതെന്താണ്? ഇതൊരു സോഫ്റ്റ് കോപ്പിയാണ് അല്ലെ? ഇനി ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫിസിക്കൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ആണോ? അല്ല. ദ പ്രിന്റഡ് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദ പ്രിന്റഡ് ഔട്ട്പുട്ട്, അതാണ് കറക്റ്റ് ആൻസർ. ഏതാ? ഓപ്ഷൻ സി ദ പ്രിന്റഡ് ഔട്ട്പുട്ട്. ഓപ്ഷൻ സി ദ പ്രിന്റഡ് ഔട്ട്പുട്ട്. അടുത്ത ചോദ്യം, 1 നിബിൾ ഈസ് ഈക്വൽ ടു ഹൗ മെനി ബിറ്റ്സ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിബിള്, ബിറ്റ്, ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്, ജിഗാബൈറ്റ്, ആ കൺവേർഷൻ എപ്പോഴും അറിഞ്ഞിരിക്കണം. പല രീതിയിൽ അത് ചോദിക്കാറുണ്ട്, ഒരു ചോദ്യമെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ്? 4 ബിറ്റാണോ, 8 ബിറ്റാണോ, 2 ബിറ്റാണോ, 16 ബിറ്റാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ, നിബിൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? നിബിളാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. നിബിളല്ല, ഇത്ര ബിറ്റുകൾ ചേർന്നാൽ ആണ് എന്ത് വരിക? നിബിൾ വരിക. അപ്പൊ ആൻസർ 4 ബിറ്റ് ആണ്. അപ്പോൾ 1 നിബിൾ ഈസ് ഈക്വൽ ടു
4 bits. ഇനി ഈ കൺവേർഷൻ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 4 ബിറ്റ് ആണ്. ഒരു 8 ബിറ്റ് ചേർന്നാൽ അത് എന്താവും? ഒരു ബൈറ്റ് ആവും. 8 ബിറ്റ് ചേർന്നാൽ ഒരു ബൈറ്റ് ആവും. അപ്പോൾ ഒരു നിബിള് 4 ബിറ്റ് ആണെങ്കിൽ 2 നിബിൾ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് ആണ്. അതാണ് രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി 1024 ബൈറ്റ് ചേരുമ്പോഴാണ്, അപ്പൊ ബിറ്റാണ് ഏറ്റവും ചെറുതെന്ന് ഓർക്കുക. ബിറ്റാണ് ഏറ്റവും ചെറുത്. പിന്നീട് വേണമെങ്കിൽ നിബിൾ നമുക്ക് പറയാം. നിബിൾ ഒരു മിഡിലായിട്ട് നിൽക്കുന്ന സംഗതിയാണ്. ബിറ്റ് അതിന് മേളിൽ ബൈറ്റ് അല്ലെ, 8 ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. 1024 ബൈറ്റ് ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. 1024 KB ചേരുന്നതാണ് ഒരു മെഗാബൈറ്റ്. പിന്നെ 1024 കളികളാണ്. 1024 മെഗാബൈറ്റ് ചേരുന്നതാണ് ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ചേർന്നാൽ അതിനെ ടെറാബൈറ്റ് എന്ന് വിളിക്കും അല്ലെ. 1024 ടെറാബൈറ്റ് ചേർന്നാൽ അതിനെ പെറ്റാബൈറ്റ് എന്ന് വിളിക്കും. 1024 പെറ്റാബൈറ്റ് ചേർന്നാൽ അത് എക്സാബൈറ്റ് ആയി. ഇത്രയൊക്കെ മതി, പെറ്റാബൈറ്റ് വരെയൊക്കെ മതി. പിന്നെ ബാക്കി താഴേക്ക് ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. 1024 എക്സാബൈറ്റ് ചേർന്നാൽ ഒരു സെറ്റാബൈറ്റ് വരും. 1024 സെറ്റാബൈറ്റ് ചേർന്നാൽ യോട്ടാബൈറ്റ് വരും. 1024 യോട്ടാബൈറ്റ് വന്നാൽ ബ്രോണ്ടോ ബൈറ്റ് വരും. 1024 ബ്രോണ്ടോ ബൈറ്റ് ചേർന്നാൽ ജിയോ ബൈറ്റ് വരും. അത്രയൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഒരു പെറ്റാബൈറ്റ് വരെ ആ ഒരു കൺവേർഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, വാട്ട് ഈസ് എ ഫയർവാൾ ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യമാണ്. ദ ഫിസിക്കൽ ബൗണ്ടറി ഓഫ് എ നെറ്റ്വർക്ക്, an operating system of computer network, a system designed to prevent unauthorized access. അതാണ് അല്ലേ, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെ തടയുന്ന സിസ്റ്റത്തെയാണ് ഫയർവാൾ എന്ന് നമ്മൾ പറയുക അല്ലെ. വൈറസ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. 11ാമത് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ALU? ALU എന്താണെന്ന് പറഞ്ഞാൽ ആൻസർ എളുപ്പമാണ്. എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അല്ലേ, അതാണ് ALU എന്ന് പറഞ്ഞാൽ. സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫോർ ഫ്യൂച്ചർ യൂസ്, മോണിറ്റർ ഓൾ കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസ്, പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതാണ് ആൻസർ. ഓപ്ഷൻ സി, പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ? അപ്പൊ ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. TML, COBOL, Java, C++, TCP/IP. വളരെ സിമ്പിൾ ആണ് ഈ ചോദ്യം അല്ലെ. എന്താണ് ആൻസർ? TCP/IP അല്ലെ. TCP/IP അതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കൊബോളും ഈ ജാവയും C++ ഒക്കെ എന്താണ്? അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. So TCP/IP. TCP/IP which stands for Transmission Control Protocol. എന്താണ് അതിന്റെ ഫുൾ ഫോം? TCPയുടെ ഫുൾ ഫോം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. IPയുടെ ഫുൾ ഫോം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഈസ് ആൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ സ്യൂട്ട് ഫോർ വാൻസ്, വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് TCP/IP. ഇന്റർനെറ്റിന്റെ ട്രാൻസ്ഫറിന് വേണ്ടി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വളരെ സുഗമമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ് TCP/IP എന്നുള്ളത്. ബാക്കി തന്നിരിക്കുന്ന HTML, ഇത് TML അല്ല, HTML ആയിരിക്കും കേട്ടോ. HTML, COBOL, ജാവ, C++ ഒക്കെ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അടുത്തൊരു ചോദ്യം, ബ്രിഡ്ജ് വർക്ക് അറ്റ് വിച്ച് ലെയർ ഓഫ് OSI മോഡൽ? കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഗതി? OSI മോഡൽ എന്താണെന്ന് അറിയാമോ? നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ. അപ്പോൾ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് എന്നുള്ളത് ഈ OSI മോഡലിന്റെ ഏത് ലെയറിലാണ് ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ OSI മോഡലിന്റെ ഏത് ലെയറാണ് ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. നെറ്റ്വർക്ക് ലെയർ ആണോ, ഡാറ്റ ലിങ്ക് ലെയർ ആണോ, ഫിസിക്കൽ ലെയർ ആണോ, ആപ്ലിക്കേഷൻ ലെയർ ആണോ, ട്രാൻസ്പോർട്ട് ലെയർ ആണോ? അപ്പൊ എന്താണ് OSI മോഡൽ? അതൊരു നെറ്റ്വർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോകോൾ ഉണ്ടല്ലോ TCP/IP എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ ആദ്യകാലത്തെ ഒരു പ്രോട്ടോകോൾ ആണ് ഈ പറഞ്ഞ OSI മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എന്താണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ ആണ് OSI മോഡൽ എന്നുള്ളത്. അതിന് 7 ലെയറുകളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. 7 ലെയറുകളുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ അതിൽ ഏത് ലെയർ ആണ് ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, ഡേറ്റ ലിങ്ക് ലെയർ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഡേറ്റ ലിങ്ക് ലെയർ ആണ് ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ് OSI മോഡൽ എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് OSI മോഡൽ? അതിന്റെ ഫുൾ ഫോം ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. അങ്ങനെയാണ് OSIയുടെ ഫുൾ ഫോം ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ അഥവാ OSI മോഡൽ ഡിസ്ക്രൈബ്സ് 7 layers. എത്ര ലെയറുകളുണ്ട്? 7 ലെയറുകൾ. ദാറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കുകൾ വഴി കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OSI മോഡൽ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ മോഡലുകൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് ലെയർ ഓഫ് ദ OSI മോഡൽ ഇന്ററാക്ട്സ് വിത്ത് എ ലെയർ ഡയറക്ട്ലി അബോവ് ആൻഡ് ബിലോ ഇറ്റ്
എൻക്യാപ്സുലേറ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ഇൻ എ സ്ട്രക്ചേർഡ് മാൻ. അപ്പോൾ ഇത് പല 7 ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ലെയർ, അതിന്റെ മേളിൽ അങ്ങനെയാണ് അത് നമ്മൾ കാണാം അടുത്ത സ്ലൈഡിൽ. അപ്പോൾ ഓരോ ലെയറുകളുടെ താഴെ മേളിലുള്ള ലെയറുകളുമായിട്ട് അതത് ലെയറുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദി OSI മോഡൽ വാസ് ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മോഡൽ. ഇപ്പൊ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റാൻഡേർഡ് മോഡലാണ് OSI മോഡൽ. 1983 ഒരുപാട് കമ്പ്യൂട്ടർ റെപ്രസെന്റേറ്റീവ്സ് ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയത്. അത് ISO അത് അഡോപ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 1984 മുതൽ. ദ മോഡേൺ ഇന്റർനെറ്റ് ഈസ് നോട്ട് ബേസ്ഡ്. അപ്പൊ പുതിയ കാലത്ത് ഇന്റർനെറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ TCP/IP വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുതിയ കാലത്ത് ഇന്റർനെറ്റ് OSI വെച്ചിട്ടല്ല. പക്ഷെ ഇപ്പോഴും അതിന്റെ ഈ 7 ലെയർ സിസ്റ്റം ഇപ്പോഴും വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. ഇപ്പോഴും നെറ്റ്വർക്കിങ്ങിലുള്ള മോഡൽ തന്നെയാണ് OSI 7 ലെയർ മോഡൽ. അപ്പൊ ഇതാണ് 7 ലെയറുകൾ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണിത്? ഫിസിക്കൽ ലെയർ ഏറ്റവും താഴത്തെ ലെയറാണ്, ഫസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ. അതിന് മുകളിലാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഈ ഡേറ്റ ലിങ്ക് ലെയർ ആണ് ആക്ച്വലി ഇവിടെ ഒരു ബ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെയർ പറയുന്നത് ട്രാൻസ്മിറ്റ് റോ ബിറ്റ് സ്ട്രീം ഓവർ ദ ഫിസിക്കൽ മീഡിയം. ഡേറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത് ഡിഫൈൻസ് ദ ഫോർമാറ്റ് ഓഫ് ഡേറ്റ ഓൺ ദ നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കിലെ ഡേറ്റ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ നെറ്റ്വർക്ക് ലെയർ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, അതിന് മേളിലാണ് ട്രാൻസ്പോർട്ട് ലെയർ, അതിന് മേളിൽ സെഷൻ ലെയർ, അതിന് മേളിൽ പ്രസന്റേഷൻ ലെയർ, ഏറ്റവും ടോപ്പിലുള്ളതാണ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് ഇത് പോയില്ലെങ്കിലും ഈ ലെയറുകളുടെ പേര് അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെ ലെയർ ഏതാണ്, ടോപ്പിലെ ലെയർ ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ടേബിൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 14ാമത് ചോദ്യം. എ ഡാഷ് ഈസ് യൂസ്ഡ് ഡയറക്റ്റ് ആൻഡ് ഡിസ്പാച്ച് ഡേറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് നെറ്റ്വർക്ക്. അപ്പോൾ പല നെറ്റ്വർക്കുകൾ തമ്മിൽ ഡേറ്റ പാക്കറ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണെന്നുള്ളതാണ്. കണക്ഷൻ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഹബ്ബ്, റൂട്ടർ. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഇ, റൂട്ടർ ആണ്, അല്ലെങ്കിൽ റൗട്ടർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ റൗട്ടർ ഈസ് യൂസ് ടു റൗട്ട് ഡേറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് നെറ്റ്വർക്ക്. അപ്പോൾ പല നെറ്റ്വർക്കുകൾ തമ്മിൽ ഈ ഡേറ്റ പാക്കറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റൗട്ടർ വഴിയാണ്. ഇറ്റ് റീഡ്സ് ദി ഇൻഫർമേഷൻ ഇൻ ഈച്ച് പാക്കറ്റ് ടു ടെൽ വെയർ ഇറ്റ് ഈസ് ഗോയിങ്. അപ്പോൾ ഈ പാക്കറ്റിലുള്ള ഇൻഫർമേഷൻ റീഡ് ചെയ്ത ശേഷം എങ്ങോട്ടാണോ ഈ ഡേറ്റ പോകേണ്ടത് അങ്ങോട്ടേക്ക് ഇത് റൗട്ട് ചെയ്ത് വിടും. അതാണ് റൗട്ടറിന്റെ ജോലി. 15ാമത് ചോദ്യം. ഹു ഈസ് ദ ക്രിയേറ്റർ ഓഫ് പാസ്കൽ ലാംഗ്വേജ്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ലാംഗ്വേജ്? പഴയ ഒരു ലാംഗ്വേജ് ആണ്, പാസ്കൽ എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇതാരാണ് പാസ്കൽ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്? ഡെന്നിസ് റിച്ചി, ബ്രണ്ടൻ എച്ച്, ജെയിംസ് ഗോസ്ലിംഗ്, നിക്കോളാസ് വിർത്ത്. നൺ ഓഫ് ദീസ്. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, നിക്കോളാസ് വിർത്ത് എന്നുള്ള ശാസ്ത്രജ്ഞനാണ് പാസ്കൽ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. സോ പാസ്കൽ ലാംഗ്വേജ് ഈസ് എ ഹൈ ലെവൽ ജനറൽ പർപ്പസ് ആൻഡ് പ്രൊസീജറൽ ലാംഗ്വേജ് ഡെവലപ്ഡ് ഇൻ 1970. ഒരു സ്വിസ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിട്ടുള്ള നിക്കോളാസ് വിത്ത് 1970 ഡെവലപ്പ് ചെയ്ത ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് പാസ്കൽ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് വാസ് എക്സ്പ്ലിസിറ്റ്ലി ഡിസൈൻ ടു എൻകറേജ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ് യൂസിംഗ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ സ്ട്രക്ചറിംഗ്, മേക്കിംഗ് ഇറ്റ് വൈഡ്ലി പോപ്പുലർ ആസ് എ ടീച്ചിങ് ലാംഗ്വേജ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഡ്യൂറിംഗ് 1970s and 80s. അപ്പോൾ ഒരു ടീച്ചിങ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തൊരു സംഗതിയാണ് പാസ്കൽ ലാംഗ്വേജ്. നമുക്ക് പാസ്കൽ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ബ്ലെയ്സ് പാസ്കൽ എന്നുള്ള ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പേര് ഇതിനിട്ടിരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആ പഴയ കാലത്തെ ആയിരുന്നു ആരാണിത് കണ്ടുപിടിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.